ശിക്ഷിക്കപ്പെടണം. ഇതിന്റെ പിന്നിൽ അതിനെ ശ്രീ റഹീം ഉപായമാക്കുന്നത്, വഴിയാക്കുന്നത് താങ്കൾ പറഞ്ഞൊരു പരാമർശം വെച്ചാണ്. 2 മിനിറ്റ്. അല്ല, പരമപുച്ഛത്തോടു കൂടി ഞാനിതിനെ തള്ളിക്കളയുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളും പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞതാണ്. പിന്നെ ഞാന് കാക്കി നിക്കറാണ് ഇടുന്നത് അല്ലെങ്കിൽ കാവി നിക്കറാണ് ഇടുന്നത് എന്നുള്ള DYFI സംസ്ഥാന സെക്രട്ടറിയുടെ നിലവാര തകർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പച്ച നിക്കറാണ് ഇടുന്നതെന്ന് പറയാനും ഞാൻ ഈ അവസരത്തിൽ തയ്യാറല്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഒരു നാട്ടുംപുറത്തെ ഉപമ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഉപമ ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുകൂടി അദ്ദേഹത്തെ വ്യക്തമാക്കാം. ശ്രീ KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് LDFൽ വരുമ്പോൾ അത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായി മാറുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ നിയമസഭാ തളം അടിച്ചു തകർത്ത് അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ തല പൊട്ടി നിരവധി DYFI പ്രവർത്തകർ തെരുവിൽ ചോര ഒലിപ്പിച്ച് നടന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേ കേസുമായി ബന്ധപ്പെട്ടവർ തിരിച്ചു വരുമ്പോ എല്ലാം ശുഭം. കേരളത്തിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളെ ക്യാബിനറ്റ് മന്ത്രിയാക്കി ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്നു. അത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗം. കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നയപരമായ തീരുമാനമെടുക്കുന്നു. RSPയുടെ ദേശീയ നേതൃത്വം, കേരള നേതൃത്വം കോൺഗ്രസുമായി ചേർന്നാൽ, കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ബൂർഷ്വാ പിന്തിരിപ്പൻ പ്രതിലോഭ രാഷ്ട്രീയ നയം. എന്നാൽ CPM രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ നയം. ഈ നിങ്ങളുടെ ഇരട്ടത്താപ്പിനെയും അവസരവാദ നയത്തെയും ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സോഷ്യൽ മീഡിയയിലും ന്യൂ ജൻ ഉപമ എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾ ധരിക്കുന്നതാണെങ്കിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞങ്ങൾ ധരിക്കുന്നതാണെങ്കിൽ അത് മറ്റൊന്ന്. ഈ നയം, അതാണ് RSPയെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിനെ ആക്ഷേപിച്ചല്ലോ. നിങ്ങളുടെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിന്റെ ഡോക്യുമെന്റ് ഇപ്പൊ നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ലേ? ഇപ്പൊ കോൺഗ്രസുമായി എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. 2 കാലിലും മന്തുള്ളവർ, ഒരു കാലിൽ മന്തുള്ളവനെ നോക്കി അയ്യേ ആക്ഷേപിക്കുന്നത്. ഈ ഇരട്ടത്താപ്പിനെയാണ് താങ്കൾ സംബന്ധിച്ചോ? എന്റെ സമയത്തിനുള്ളിൽ കയറി നിങ്ങൾ ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത് എന്റെ സമയമാണ്. അദ്ദേഹത്തിനോട് വെറുതെ ഇരിക്കാൻ പറയുന്നത്. ഒരു സെക്കൻഡ്, ശ്രീ അയ്യപ്പദാസ് അവരോട് 2 പേരോടും വെറുതെ ഇരിക്കാൻ പറഞ്ഞു. താങ്കൾ പറയൂ.